സസ്പെൻഷന് ശേഷവും ഫേസ്ബുക്ക് പോര് തുടർന്ന് എൻ പ്രശാന്ത് IAS ഉദ്യോഗസ്ഥരായ A ജയതിലകിനെയും K ഗോപാലകൃഷ്ണനെയും പേരെടുത്ത് വിമർശിച്ചാണ് നടപടിക്ക് ശേഷവും പ്രശാന്തിന്റെ പോസ്റ്റ്. ഇരുവരുടെയും വ്യാജ നറേറ്റീവ് കോങ്കോയിലെ ജീവനക്കാർ തള്ളിക്കളഞ്ഞു എന്നും തനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വീഡിയോ പങ്കുവച്ച് പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചു. പ്രശാന്ത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കും എന്നതും ഉറപ്പായി. സമൂഹമാധ്യമത്തിലെ പരസ്യവിമർശനത്തിന് നടപടി നേരിട്ടെങ്കിലും നിലപാടിൽ നിന്ന് തെല്ലും പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കിയാണ് പ്രശാന്തിന്റെ പുതിയ പോസ്റ്റ്. കേരള അഗ്നി മെഷീനറി കോർപ്പറേഷൻ MD സ്ഥാനത്ത് 2 മാസം പിന്നിടുമ്പോഴാണ് പ്രശാന്തിനെതിരായ നടപടി. ഇതിനിടെ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കായി സ്വീകരിച്ച നടപടികൾ ഇടയ്ക്ക് മുറിഞ്ഞു പോകുമ്പോഴുള്ള വിഷമം പ്രശാന്ത് പങ്കുവയ്ക്കുന്നു. ജയതിലകിന്റെയും ഗോപാലകൃഷ്ണന്റെയും ഒരു മാധ്യമ സ്ഥാപനത്തിന്റെയും വ്യാജ നരേറ്റീവുകൾ തള്ളിക്കളഞ്ഞ ട്രേഡ് യൂണിയനുകൾക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും നന്ദി. CITU, AITUC, INTUC തുടങ്ങിയ സംഘടനകളുടെ പേരെടുത്തു പറഞ്ഞാണ് പ്രശാന്ത് നന്ദി രേഖപ്പെടുത്തുന്നത്. ലാഭത്തിലേക്ക് കാങ്കോയെ എത്തിക്കാൻ തുടങ്ങിവെച്ച പ്രവൃത്തികൾ തുടരണം. അമരത്തല്ല കരയ്ക്കാണെങ്കിലും സ്ഥാപനത്തിന്റെ തുടർന്നുള്ള യാത്രയിൽ ഒപ്പമുണ്ടാകുമെന്നും പ്രശാന്ത് പറയുന്നു. സസ്പെൻഷൻ നടപടിക്കെതിരെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ പ്രശാന്ത് വൈകാതെ സമീപിക്കും. നേരത്തെ സർക്കാരിന്റെ കണ്ണിലെ കരടായി പുറത്തുപോയ ജേക്കബ് തോമസ് IPSന്റെ സസ്പെൻഷൻ കാലാവധി 1 വർഷത്തോളം നീട്ടിക്കൊണ്ടുപോയിരുന്നു. VV വിനോദ്, News 18, തിരുവനന്തപുരം.